ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോയിൽ ന്യൂസ് പേപ്പറും പേസ്റ്റ് ഉപയോഗിച്ച് നല്ലൊരു കിടിലൻ ഐഡിയ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലികളെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ലൊരു കിടിലൻ ട്രിക്കും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലികളെ എങ്ങനെ തുരത്താമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുക്കാത്തതായാലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ അടുത്ത് വറുത്തതുള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. അതിൻ്റെ തോലൊക്കെ ഒന്ന് ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിതൊന്ന് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് കപ്പലണ്ടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊട്ടുകടല എടുത്താലും മതി കേട്ടോ. അപ്പോൾ വറുത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എലികൾ, പാറ്റ, പല്ലി, എട്ടുകാലി എന്നിവയൊക്കെ തുരത്താനുള്ള നല്ല കിടിലൻ ട്രിക്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊടിച്ച് കപ്പലണ്ടിയുടെ പൊടി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 ബൗളിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ട്രിക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊടിച്ച മിക്സിയിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ നമ്മളുടെ എലികളൊക്കെ തുരത്താനുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാക്കുനൂലാണ് കേട്ടോ. ഇത് നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾക്ക് വാങ്ങുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ പീസാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചാക്കുനൂല് എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൽ ചാക്കുനൂല് യൂസ് ചെയ്തത് കാരണം എലികൾ വന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ വയറ്റിലെ ജലാംശം മുഴുവനായിട്ടും ഈ ചാക്കുനൂല് വലിച്ചെടുക്കുകയും വയറ് വീർക്കുകയും ആ നിമിഷം തന്നെ എലികളൊക്കെ ചത്തുപോവുകയും ചെയ്യും. നമുക്ക് നല്ല കിടിലൻ 100% നല്ലൊരു റിസൾട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും കപ്പലണ്ടിയുടെ പൊടിയും ചാക്കുനൂല് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ഒരു ശർക്കര മുഴുവനായിട്ട് ഞാൻ ഇതിലേക്കൊന്ന് പാനിയാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനിയുടെ കപ്പലണ്ടിയുടെ മനം മയക്കുന്ന ഗന്ധം കാരണം ഉറപ്പായതും എലികളെ ആകർഷിക്കുകയും അവകൾ വന്ന് കഴിക്കുകയും ആ നിമിഷം തന്നെ ചത്തുപോവുകയും ചെയ്യും. നല്ലൊരു 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണിത്. അപ്പം ഞാൻ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എലികൾ കഴിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് എലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെമഡി അല്ലേ ഇത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. എലിശല്യം മൂലം പൊറുതി മുട്ടിയവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ആ കൃഷി സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലൊരു ഉരുള ഉരുട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. കൃഷി സ്ഥലത്ത് എലിശല്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്നും ഒരു വിളവും കിട്ടുന്നതല്ല. അപ്പോൾ ഇതുപോലെ അവിടെയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ മിക്സി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മിക്സിയുടെ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളമൊഴിച്ച് നമ്മൾ ഒരിക്കലും ക്ലീൻ ചെയ്യാതിരിക്കുക. അതുമൂലം നമ്മൾ മിക്സിയൊക്കെ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കഴുകാതെ തന്നെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ന്യൂസ് പേപ്പർ നല്ലൊരു കിടിലൻ ക്ലീനിങ് ഏജൻറ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ വൈറ്റ് കളർ പേസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
നമുക്ക് കുറച്ചധികം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മിക്സി മാത്രമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ. വിനീഗർ തികച്ചും ഓപ്ഷണലാണ്. വിനീഗറും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഏജൻറ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇളം ചുടുവെള്ളം ഒരു ഇച്ചിരി ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വിനീഗറിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പെട്ടെന്നൊന്ന് പേസ്റ്റ് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇച്ചിരി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ മിക്സി ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അഴുക്കുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഈ ചെളിയൊക്കെ പോയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് മിക്സിയുടെ ഏത് കറിയും വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരേ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് കൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും ക്ലീൻ ആക്കി എടുക്കുന്നില്ല. ജസ്റ്റ് ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീനായി വരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അഴുക്കൊക്കെ വളരെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ന്യൂസ് പേപ്പർ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അഥവാ ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ ഇതേ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്നൊരു കോട്ടൻ്റെ തുണിയിൽ മുക്കിയിട്ട് ഇതുപോലെ തുടച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഈ സൈഡിലൊക്കെ നന്നായിട്ട് കറ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മിക്സി നല്ല പുതിയതുപോലെ തന്നെ അഴുക്കൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് മിക്സി നല്ല പുതുപുത്തനായി കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ മിക്സി ജാറിൽ വെറൈറ്റി ഉള്ള ഐറ്റംസൊക്കെ നമ്മൾ അരയ്ക്കുകയും പൊടിക്കുകയും ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അത് പോയി കിട്ടാൻ നമ്മൾ കഴുകി വെയിലൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് ക്ലീനാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളുടെ ജാറ് പെട്ടെന്നൊന്ന് ക്ലീനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ ഈ കല്ലുപ്പിടുന്ന ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ കാണിക്കാത്തത്. അപ്പോൾ മൂന്നും നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് ബാഡ് സ്മെല്ലായാലും മസാലയുടെ സ്മെല്ലായാലും ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ മിക്സി ജാറിൽ നിന്നും റിമൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് ഒഴിവാക്കിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് തിളങ്ങി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്മെല്ലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ അല്ലേ ഇത്. ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അതേ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ണാടി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കണ്ണാടി മക്കളൊക്കെ ഇതുപോലെ പിടിച്ച് കറയായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ന്യൂസ് പേപ്പർ ആ സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ണാടിയിലേക്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ സെറാമിക് ആയാലും ചില്ല് പാത്രങ്ങളായാലും സ്റ്റീൽ പാത്രങ്ങളായാലും ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ സ്മെല്ലും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ അതും ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിച്ചു. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.